കുറെ നേരമായോ? ആ ഞാൻ കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. സോറി. വീട്ടില് വല്യമ്മാവൻ വന്നിട്ടുണ്ടേ, അപ്പൊ അതിന്റെ ഒരു കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോഴൊരു ഗ്യാപ്പ് കിട്ടിയത്. എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? നടക്കുന്നു. ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മാവൻ വന്നേക്കുന്നത്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? സുധീഷേട്ടൻ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാം. അപ്പോ സ്നേഹക്കോ? ഈ സ്ഥലം കൊള്ളാല്ലേ? ആ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഈ സ്ഥലത്തിന്. അതെ, ഞാൻ ആദ്യമായിട്ട് സ്നേഹയെ കാണുന്നത് ഇവിടെ വെച്ച. ഏ അങ്ങനാണല്ലോ ഈ പ്രപ്പോസലിലേക്ക് എത്തിയത്. പക്ഷെ ബ്രോക്കർ വഴിയാണെന്നല്ലേ പെണ്ണാണ് വന്നപ്പോ പറഞ്ഞു. അതൊരു ട്രിക്ക് അല്ലേ? സംഭവം ലവ് മാരേജ് ആണ്. പ്രേമിച്ചാലല്ലേ ലവ് മാരേജ്. സ്നേഹനെ പ്രേമിക്കാൻ വന്ന സ്നേഹ സമ്മതിക്കൂ? ഏയ് ഞാൻ പോയി പണി നോക്കാൻ പറയും. അതുകൊണ്ടാണ് പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് തന്നെ വന്നത്. അതെന്തായാലും നന്നായി. കല്യാണം കഴിഞ്ഞ് പ്രേമിക്കാലോ. അറേഞ്ച് ലവ് മാരേജ്. ദീപു എന്താ കാണണമെന്ന് പറഞ്ഞേ? വല്യമ്മാവൻ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു. എന്ത്? അത് സ്നേഹിക്കറിയാവുന്ന കാര്യമാണ്. വലിച്ചു നിട്ടാണ്ട് കാര്യം പറ. അവള് നിൽക്കുമ്പോ എന്റെ കല്യാണം എങ്ങനെയാ നടത്തുന്നതെന്ന് ചോദിക്കുന്നത്. അതാണോ? അത് ദീപക്ക് ഇഷ്ടപ്പെട്ടൊരു ചെക്കനെ കിട്ടാത്തോണ്ടല്ലേ? അതെ. നമുക്കൊരാളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ദീപു. അതെ, പക്ഷെ അവളുടെ കല്യാണം കഴിയാതെ നമ്മുടെ കല്യാണം നടക്കില്ലെന്നാ വല്യമ്മാവൻ പറഞ്ഞേ. ഇപ്പൊ തന്നെ ഒരു ബന്ധം കൊണ്ട വല്യമ്മാവൻ വന്നേക്കുന്നത്. അപ്പൊ കൊഴപ്പില്ലല്ലോ. കൊഴപ്പുണ്ട്. എന്ത്? കൂട്ടിന് മോശമാണോ? ഏയ്, വല്യമ്മാവൻ കൊണ്ടുവന്നതല്ലേ, മോശാവൂ? പിന്നെന്താ? അവൾക്ക് പിടിച്ചില്ലേ, അത്ര തന്നെ. അതാണല്ലോ ആദ്യം വേണ്ടത്. ഇപ്പൊ എന്റെ ഏട്ടനെ തന്നെ നോക്കിയേ. എന്നോട് ചോദിക്കാണ്ട് ഒരാളെയും പെണ്ണ് കാണാൻ കൊണ്ടുവരില്ല. ഇതല്ല സ്നേഹേ, അവൾക്ക് ആരെയും പിടിക്കില്ല. ഇതിപ്പോ എത്രാമത്തെ കൂട്ടരാ വരുന്നേന്നറിയോ? പെണ്ണ് കാണിച്ച് കാണിച്ച് ഞാൻ മടുത്തു. പിന്നെ ഞാൻ ആരെങ്കിലും ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട്? എവിടെന്ന്? അവസാനം നിന്റെ ഏട്ടനെ വരെ ഇഷ്ടമാണോന്ന് ചോദിച്ചു. അതാവുമ്പോ ഓരോ വീട്ടിലേക്ക് പോവാലോ. അതിനും ഒന്നും മിണ്ടിയില്ല. ആ ബെസ്റ്റ്. ദീപയ്ക്കൊരു ബന്ധം ഇഷ്ടപ്പെടാണെങ്കിൽ ഭൂപാശ്ശേരി ദേവിക്ക് ഒരു ശയന പ്രദർശനം ഞാൻ നേർന്നിട്ടുണ്ട്. ആ നേരം കൊണ്ട് അവളുടെ ഇഷ്ടം ചോദിക്കായിരുന്നില്ലേ നിങ്ങക്ക്? എന്നിട്ട് മതിയായിരുന്നില്ലേ നമ്മുടെ ഉറപ്പിക്കലൊക്കെ? പക്ഷെ എന്നാന്ന് വിചാരിച്ചിട്ടാ അതുവരെ സ്നേഹ കാത്തിരിക്കൂ? അതില്ല, ഞാൻ പെട്ടെന്ന് കിട്ടിപ്പോ. അതുമാത്രല്ല, നമ്മുടെ കല്യാണം ഉറപ്പിച്ച അവളും കല്യാണത്തിന് സമ്മതിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സമ്മതിച്ച? ബെസ്റ്റ്. നീയും കൊള്ളാം, അവളും കൊള്ളാം. വേറൊരു കാര്യം കൂടി വല്യമ്മാവൻ പറഞ്ഞു. ദീപു, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഇങ്ങനെ നടത്തിച്ച് തടി കുറപ്പിക്കാനുള്ള വല്ല പ്ലാനാണോ? എനിക്ക് നിന്റെ തടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബോഡി ഷേമിങ്? അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. എന്താ കാര്യം പറ ദീപു. അതിപ്പോ നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരു കുട്ടീനെ കെട്ടിച്ചയക്കുമ്പോ 30 പവന് കുറവ് കൊടുക്കാറില്ലേ? അപ്പോ ഇങ്ങോട്ട് വരുന്ന കുട്ടിക്ക് ചുരുങ്ങിയതൊരു 15 പവനെങ്കിലും കൊടുക്കണം എന്നാണ് വല്യമ്മാവൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. സ്ത്രീധനം തന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച സ്നേഹ. പണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാർന്നവരുണ്ടായിരുന്നു. പുള്ളി ഒരു കടക്കിണിയിൽ പെട്ടു. നാട്ടുകാരും വീട്ടുകാരും എല്ലാരും പുള്ളിനെ തള്ളി പറഞ്ഞു. പിന്നെ അറിയാലോ, വീട്ടിലേക്ക് പൈസ കൊടുക്കാത്ത ആണുങ്ങൾക്ക് പട്ടിയുടെ വിലയാണല്ലോ. അങ്ങനെ പുള്ളി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ ഒരു 15 പവൻ പുള്ളിക്ക് കൊണ്ടുകൊടുക്കണം. അതോടെ പുള്ളി
അവിടെ എല്ലാം വെട്ടിപ്പിടിച്ച് ഒരു പ്രമാണിയായിട്ട് മാറി. അന്ന് രാത്രി വന്ന ആ സ്ത്രീ ഒരു മഹാലക്ഷ്മിയാണെന്നാണ് പുള്ളി വിശ്വസിച്ചത്. പിന്നെ എല്ലാ കല്യാണങ്ങൾക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ 15ന്റെ ഗുണനപ്രകാരമാണ് സ്വർണം കൊടുക്കുക. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും 15 പവൻ സ്വർണം കൊണ്ടുവരണം എന്നാണ് ഇപ്പോഴത്തെ അന്ധവിശ്വാസം. അതിപ്പോഴും നിലനിന്ന് പോകുന്നു. കൊള്ളാം. സ്ത്രീധനം വാങ്ങാൻ ഓരോരോ കാരണങ്ങള്. സ്വർണം കൊണ്ടുവരണം എന്നുള്ളൂ, അത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കില്ലേ. വല്യമ്മാവന്റെ തീരുമാനമാണ്. എനിക്കറിയേണ്ടത് ദീപുവിന്റെ തീരുമാനമാണ്. വല്യമ്മാവനെ എതിർക്കാൻ എനിക്ക് പറ്റില്ല. സ്നേഹിക്കറിയാലോ, അച്ഛൻ മരിക്കുമ്പോ അവളമ്മയുടെ തോളത്തും ഞാനമ്മയുടെ വയറ്റിലായിരുന്നു. അന്ന് മുതൽ ഈ നില വരെ എത്തിച്ചത് വല്യമ്മാവനാ. ഇത്ര വർഷമായിട്ടും ഒരു കണക്ക് പോലും വല്യമ്മാവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു നോക്കൊണ്ട് പോലും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുമില്ല. ഇപ്പോഴും ദീപയുടെ കണ്ണൊന്ന് കലങ്ങിയ വല്യമ്മാവന് സഹിക്കില്ല. അങ്ങനെയുള്ള വല്യമ്മാവനെ ധിക്കരിച്ചുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ സുധീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. നീ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം ഈ കല്യാണം നടക്കില്ലെന്ന്. അല്ല സ്നേഹ, വലിയച്ഛൻ പറ. അല്ല മോളെ, കുടുംബത്തിന് നാണക്കേടല്ലേ? അത് കുഴപ്പമില്ല. ഇത്ര പ്രായമായിട്ടും എനിക്ക് കല്യാണം നടക്കാത്തത് എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കണ കുടുംബക്കാരല്ലേ നാണം കെടട്ടെ. അച്ഛനും അമ്മയ്ക്കും എന്റെ ഒരു ഇഷ്ടങ്ങളും സാധിച്ചു തരാത്തവരല്ലേ. സാരമില്ല. സുധീഷിന് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവൻ നിന്റെ കല്യാണമായിട്ട് വളരെ സന്തോഷത്തില. അവനിത് അറിയുമ്പോ വിഷമാവും. എന്താ പ്രശ്നം? നിനക്ക് അവൻ ഇഷ്ടപ്പെട്ടില്ലേ? അവനെ ഇഷ്ടക്കുറവൊന്നുമില്ല. വെല്ലിച്ചന് അത്ര ഗ്ലാമറില്ലാത്തതുകൊണ്ടാണോ? കാര്യം പറ. ദീപു 15 പവൻ ചോദിച്ചു. അവനോ? അവൻ അങ്ങനെയുള്ള ആളൊന്നല്ല. വല്യമ്മാവൻ ചോദിച്ചു എന്ന് അവൻ പറഞ്ഞു. അതൊക്കെ നാട്ടു നടപ്പല്ലേ മോളെ. അങ്ങനെ ഒരു നാട്ടു നടപ്പിനോട് എനിക്ക് താല്പര്യമില്ല. എന്തായാലും നിനക്ക് അറിഞ്ഞ് ചെയ്യൂലോ, അതിന്റെ കൂടെ ഇതും മതി വല്യച്ഛ, നിർത്ത്. ആരറിഞ്ഞ് ചെയ്യുന്ന്? എന്റെ ഏട്ടൻ തന്നെയല്ലേ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു ചൂടില്ല. എനിക്ക് 18 വയസ്സായപ്പോ മുതലേ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ, പെണ്ണിനെ പഠിപ്പിച്ചത് മതി, കെട്ടിച്ചു വിട് എന്ന്. പെണ്ണുങ്ങളായാലേ അരിവെന്തോന്ന് നോക്കാനാ പഠിക്കേണ്ടത്, അല്ലാണ്ട് പനി വന്നോന്ന് നോക്കാനല്ല. സ്വന്തം അമ്മ പറഞ്ഞ ഡയലോഗാ. ഏട്ടൻ അവരോട് എല്ലാരോടും പോരാടി സ്വന്തം ജീവിതം പോലും നോക്കാണ്ട് എന്നെ ഇത്ര പഠിപ്പിച്ചൊരു നഴ്സാക്കിയത്. ആ ഏട്ടനെ ഞാൻ വീണ്ടും വിഷമിപ്പിക്കണോ? അല്ല മോളെ, എനിക്ക് സൗകര്യമില്ല. സ്ത്രീധനം കൊടുത്ത് എനിക്ക് അവനെ കെട്ടണ്ട. വേണ്ട. സുധീഷോട് എങ്ങനെ പറയും? അതൊക്കെ വല്യച്ഛന്റെ കഴിവ്. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ പൊന്നു വല്യച്ഛനല്ലേ, അല്ലെങ്കിൽ നാടുവിടേണ്ടി വരും വല്യച്ഛ. അല്ലടാ, അവൻ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തിന്? ചുമ്മാ ഷോ. അതാ ഞാൻ കേട്ടാത്തത്. അല്ലേ, സ്നേഹയുടെ കഴിഞ്ഞാ പിന്നെ തന്നെ കെട്ടിച്ചു വിടും. കൊട്ടിച്ചു വിടേ? കെട്ടിത്തളയ്ക്കും. ഇത് വല്യച്ഛൻ്റെ മോനാന്ന് ഞാൻ നോക്കൂല. ഞാൻ അല്ല, കെട്ടിച്ചു വിടലും പോലൊക്കെ പിന്നെ തീരുമാനിക്കാം. എന്തായാലും കെട്ടിക്കും. എടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം സ്നേഹത്തിയുടെ കല്യാണം നടത്തണം, നല്ല അടിപൊളിയായിട്ട്. എടാ, അവളെ സുധീഷിൻ്റെ പെങ്ങൾ മാത്രമല്ല. എടാ, ഇവളെ സുധീഷിൻ്റെ പെങ്ങൾ മാത്രമല്ല, MSc നേഴ്സ് കൂടിയാണ്. അപ്പം കല്യാണം പൊടിക്കണം. പിന്നെ വേണ്ടേ? FD പൊട്ടിക്കാം, ഈ കാറും വിൽക്കാം. അങ്ങനെ ശരിയാവാ? നിനക്കോ? എടാ, ഇവക്ക് 10-15 പവൻ ഇങ്ങനെ കൊടുക്കണ്ടേ? അവൾക്ക് കൊടുക്കണമൊക്കെ നീ കൊടുത്തിട്ടില്ലേ? എന്ത് സ്നേഹോ? അല്ല, പഠിപ്പ്, ജോലി, പിന്നെ സ്വന്തം കാലിൽ കയറായില്ലേ? എടാ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ? അതുപോലും കിട്ടാതെ എത്ര പേരുണ്ട്. തനിക്ക് ഉള്ളതൊക്കെ വിറ്റുവർക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടിയുടെ വിലയാവും. എടാ, നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയല്ലേ. എടാ, എന്തിനാണ് ഒരുപാട് പേര്? നമ്മളെ സ്നേഹിക്കണ ഒരാൾ പോരെ? ഈ ലോകത്ത് നോക്കി ഞാൻ ചിരിച്ചു നിൽക്കും. ചിരിച്ചിരിക്കും. ഇയാള് വെറുതെ. അല്ല, ഞാൻ പറയണോ നീ പറയൂ? എന്താ? എടോ,
അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. ഏ ഇത് അവന്റെ കുഞ്ഞമ്മയുടെ. വേണ്ട ഏട്ടാ, എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. അന്ന് മോളാമതി മോശമായിട്ട് പെരുമാറിയാ? അല്ല, ദീപു അല്ല. പിന്നെ വേറെ ആരാ? അതൊന്നും അല്ല. പിന്നെ സ്ത്രീധനം ചോദിച്ചു 15 പവൻ. അത്രേ ഉള്ളൂ? സില്ലി മാറ്റർ അല്ലേ ഇത്? സില്ലി മാറ്റേഴ്സ് അല്ല, ഇത് സീരിയസ് മാറ്റർ ആണ്. അതൊക്കെ ഞാൻ അവനോട് സംസാരിച്ച് വേണ്ട ഇത് ചെയ്തോളാം. ഏട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. എന്റെ മോളെ ഇതൊക്കെ മറ്റേ നടപ്പല്ലേ? എന്തോന്ന്? എടാ ഇതൊക്കെ നാട്ടു നടപ്പല്ലേന്ന്. ഇവിടെ അങ്ങനെയുള്ള നടപ്പൊന്നും വേണ്ട. എടാ ഇവിടെ എന്തൊക്കെ പറയണ മോളെ? ഇത്രയും കല്യാണം നാട് മൊത്തം അറിയിച്ചിട്ട് ഞാൻ എന്ത് പറയാ? തന്റെ പെങ്ങള്. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാനമായിട്ട് ശരിയായിക്കോളാം. എനിക്കറിയാം ഏട്ടൻ എന്താ ചെയ്യാൻ പോണേന്ന്. എന്ത്? എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഏട്ടൻ ആ 15 പവൻ അങ്ങ് കൊടുക്കും. 15 പവനേ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കുടുംബത്തിൽ നിന്ന് 15 പവൻ സ്ത്രീധനം കൊടുത്തിട്ട് ഞാനൊരു കല്യാണം കഴിക്കില്ല. ഏട്ടനാണ് സത്യം. അല്ല അമ്മേ വത്സല, നീ എന്താ ഈ സമയത്ത് ഇവിടെ? പകൽ വിളിച്ചിട്ടെന്താ മിണ്ടില്ലല്ലോ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നു. അത് പറഞ്ഞ് ഈ നട്ടപ്പത്തിരിക്കണം അവന്റെ കല്യാണം വെച്ച് പെണ്ണുള്ള വീടാ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞു എന്റെ നീന്റെ കൂടെ അല്ലേ കണ്ടില്ല. അതൊക്കെ ഉറപ്പായി. ഞാൻ അറിഞ്ഞു മൊത്തം സംസാരം. സ്നേഹ കല്യാണം വേണ്ടെന്ന് പറയണത്. അതിപ്പോ ഞാനാണെങ്കിൽ അങ്ങനെയല്ലേ പറയൂ. ആണല്ല? അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ അതിനൊരു തീരുമാനമാവില്ലേ? ചെല്ലി ചെല്ലി പോയി പോയി പോയി. ഞാൻ ഒന്ന് പറയട്ടെ. എന്താ? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ദീപേ, ഐഡിയ കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നീ പോവാൻ നോക്കിയേ. ചെല്ലി ചെല്ലി പറയട്ടെ. പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് കിട്ടിയെടുക്കൂ. ആലോചിക്കാം. എന്താന്ന്? പൊക്കോളാം. എന്നാ പറ. ഒന്ന് പറടി. അതുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കപ്പോ ഛർദ്ദിക്കാനൊക്കെ തോന്നാം. എടി അതൊക്കെ വലിച്ചൊരു തിരുമ്പോ ഓർമ്മടി പോത്തെ. ഈ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ കയ്യും കാലൊക്കെ അപസ്മാരമാണ്. എന്റെ പൊന്നു സുധീഷ, നിന്റെ അത്രയും ഭംഗിയുള്ള പറ. വേണ്ട വേണ്ട എടാ, നിന്റെ അത്രയും പേഴ്സണാലിറ്റി ഉള്ള ഒരുത്തനെ ഞാൻ എന്റെ ലൈഫിൽ ഇന്നവരെ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഓ, എന്റെ പൊന്നു സുധീഷ, നീ എന്നെ ഇങ്ങനെ നോക്കട്ടെ, ഞാൻ ചത്തു. നിനക്ക് എന്താടി വയ്യൊന്ന് പോയിടുന്ന കുറെ നേരമായില്ല. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഈ നമ്മൾ കുറേ നാളായിട്ട് വ്രതമൊക്കെ എടുത്തിട്ട് ഈ വ്രതം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ മന്തിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളൊരു ഫീൽ കിട്ടത്തില്ലേ? ശരിക്കും ശരിക്കും ആ ഫീൽ എനിക്കിപ്പോൾ കിട്ടുന്നത്. ഈ വെള്ളമില്ലാതെ ഊണും നാട്ടുകാരും വീട്ടുകാരും എൻ്റെ പെങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയാം. എന്താ പറ. അല്ല സുധി, പറയണ്ട. നീ നന്നായിട്ട് ആലോചിച്ച് കുറച്ച് സമയത്ത് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ദീപേ, തട്ടത്തിമറത്ത് ഞാനും കണ്ടിട്ടുണ്ട്. നിന്റെ പറയട്ടെ. ഒന്ന് പോടി. അതെന്നെ വീട്ടിൽ ഓരോരുത്തരും അതെ എന്നെ വീട്ടിൽ ഓരോരുത്തർ പെണ്ണ് കാണാനായിട്ട് വരുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ 18 അളവ് നോക്കി ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ബാക്കിയുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യാനോ? ദീപേ, എന്നൊന്ന് മാത്രം പറഞ്ഞാൽ മതി. എടി സ്നേഹയുടെ കല്യാണം എനിക്ക് ഏറ്റവും വലുത്. അതിനുശേഷം മാത്രമേ ഞാൻ അതിൽ ചിന്തിക്കുള്ളൂ. അതിനത് ഉറപ്പിച്ചില്ലേ? ഞാനല്ലേ സെറ്റാക്കിയത്. അതൊന്നുമില്ല, അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറയാം. കല്യാണം നടക്കൊന്നുമില്ല. ശ്രീധനാണോ പ്രശ്നം? അതെ, സ്നേഹം ആശയിലാണ്. അവളെ വിഷമിച്ചിട്ട് എനിക്കൊന്നും പറ്റുമൊന്നുമില്ല. വേണ്ട, അവളെ വിഷമിപ്പിക്കാതെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ.
എങ്ങനെ? ഈ 15 പവൻ കൊടുക്കാൻ ഒരു വഴിയുണ്ട്. ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ശ്രീധരനെ കൊടുത്ത് കല്യാണം കഴിക്കാൻ അവള് സമ്മതിക്കില്ല. വേണ്ട, ഇവിടുന്ന് കൊടുക്കണ്ട, പുറത്തുനിന്ന് കൊടുക്കാലോ. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. അതെ, ആ വാതിലും തുറക്കൂടെ ഭയങ്കര കൊതുക. ഐഡിയ മനസ്സിലാച്ചാ മതി. അവിടെ എന്ന് പറഞ്ഞാ ഇത് എന്റെ കൂടി ആവശ്യമായിപ്പോയി. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് തരാം. പൊട്ട, ഇവിടുന്ന് ശ്രീധരൻ കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ശ്രീധരൻ എന്റെ കയ്യിൽ നിന്ന് കൊടുത്താലോ? എന്തിനു തരലാകെ വേഗം മൊഴി. അതെ, എൻ്റെ കുടുംബക്കാർ ചുരുങ്ങിയത് ഒരു 30 പവൻ തന്നിട്ട് എന്നെ കെട്ടിച്ചു വിടുള്ളൂ. എന്തോ എൻ്റെ വീട്ടുകാർക്ക് ഈ 15 എന്നുള്ളതൊരു ഫെറ്റിഷാ. അപ്പോൾ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ 30 പവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ശ്രീധരൻ വാങ്ങിയാൽ കല്യാണം കഴിക്കൂല. അതെനിക്ക് അറിഞ്ഞൂടെ കൂട്ടാ. എനിക്ക് ഈ ശ്രീധരനൊന്നും കൊടുത്ത് കെട്ടാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ തരും. ഞാൻ പറഞ്ഞില്ലേ, ഫെറ്റിഷാ. അപ്പോൾ ആ 30 പവനിൽ നിന്ന് 15 പവൻ എടുത്തിട്ട് സുധി സ്നേഹയ്ക്ക് ശ്രീധരൻ കൊടുക്കണം. ആ സ്വർണം എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പം എനിക്കും കുഴപ്പമില്ല, സ്നേഹിക്കും കുഴപ്പമില്ല. സക്സസ്. ഏത് ശരിയൊന്നാവുന്നു? എന്ത് ശരിയാവില്ലെന്നോ? അതെ, എന്തായാലും ഒരു 30 പവൻ തന്ന് എൻ്റെ വീട്ടുകാർ എന്നെ ആദ്യം കിട്ടിക്കും. അത് വല്ലവൻ്റെ വീട്ടിലേക്ക് പോകുന്നതിലും എനിക്ക് താല്പര്യം എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നതാ. പക്ഷെ ഞാൻ സമ്മതിച്ചാൽ നിന്റെ വീട്ടുകാർ അത് ഞാൻ സമ്മതിപ്പിച്ചാൽ പോരെ? എനിക്ക് സമ്മതമല്ലേ? എനിക്ക് സമ്മതമാണ്. ഹൈ, പക്ഷെ സ്നേഹം സമ്മതിക്കണ്ടേ? അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. ആരോ അളിയനാ, അളിയൻ. ആരളി? പോവാല്ലേ? എന്തായാലും ഇങ്ങോട്ട് തന്നെ വരണ്ടല്ലേ? അതിന് പുളി ഊട്ടായിപ്പോട്ട് ഇറങ്ങിയേക്കവളും അവനും പോണില്ലേ? എടി, നിനക്ക് ഇങ്ങോട്ട് ചാടാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ? അങ്ങോട്ട് ചാടാൻ അറിയില്ലല്ലേ? അതൊക്കെ പിന്നെ പറയും. പോയേ ഇപ്പൊ ഏതുകൊണ്ട് ഞാൻ പോകും. എനിക്ക് നിന്നൊന്ന് ഒറ്റയ്ക്ക് കാണാനുണ്ട് കേട്ടോ.